എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു ഹിന്ദുസ് ലൈഫ് സ്റ്റൈൽ. അപ്പോൾ ഞങ്ങൾ ഇന്നൊരു യാത്ര പോവുകയാണ്. ഗുണ്ടൽപേട്ട് ആണ് യാത്ര ലക്ഷ്യം. അപ്പോൾ അവിടത്തേക്കുള്ള യാത്രയിൽ ആവേശകരമായി രാവിലെ തന്നെ പുറപ്പെട്ടു. അപ്പോൾ ഏകദേശം ഉച്ചയോടുകൂടെ അവിടെ എത്തുന്ന പ്രതീക്ഷിക്കുന്നത്. കാരണം അവിടെ പൂപ്പാടങ്ങളും ഹിമവത് സ്വാമി ക്ഷേത്രം, ഹിമവത് ഗോപാലസ്വാമി ക്ഷേത്രമാണ് നമ്മുടെ ലക്ഷ്യം. അപ്പോൾ അതിനു വേണ്ടി അവിടെ ക്യൂ നിൽക്കുവാണ്. ക്യൂ എന്ന് പറഞ്ഞാൽ നമ്മൾ ഗുണ്ടൽപേട്ട് താഴെ എത്തിക്കഴിഞ്ഞാൽ അവിടെ നമ്മുടെ പ്രൈവറ്റ് വാഹനങ്ങൾ നിർത്തിക്കഴിഞ്ഞ് പിന്നെ ഇവിടുത്തെ KSRTCയുടെ, അതായത് കർണാടക RTCയുടെ ബസ്സിലേക്ക് പോകാൻ വേണ്ടി ക്യൂ നിൽക്കണം. അതായത് ഈ ക്യൂ നിന്ന് കഴിഞ്ഞാൽ ആ ഗേറ്റിൽ നമുക്ക് അകത്തേക്ക് കടക്കാൻ പറ്റുള്ളൂ. അവിടുന്ന് അങ്ങോട്ട് സ്വകാര്യ വാഹനങ്ങൾക്ക് പ്രവേശനമില്ല. അപ്പോൾ വളരെ നല്ല സിസ്റ്റം തന്നെയായിട്ടാണ് തോന്നിയിട്ടുള്ളത്. എത്ര അധികം ആൾക്കാർ വരുമ്പോഴാണെങ്കിലും അത് വളരെ ഭംഗിയായിട്ട് അവിടെ മാനേജ് ചെയ്യുന്നുണ്ട്. ധാരാളം KSRTC ബസ്സുകൾ സർവീസ് നടത്തുന്നുണ്ട്. ഇത് കണ്ടില്ലേ, ഈ ഒരു ഗേറ്റിലൂടെ മാത്രമാണ് നമുക്ക് അകത്തേക്ക് കിടക്കാൻ പറ്റുക. അതുകൊണ്ടാണ് ക്യൂ നിർത്തി അകത്തേക്ക് വിടുന്നത്. കാരണം ക്യൂ സിസ്റ്റം വളരെ നന്നായിട്ട് തന്നെയാണ് പോകുന്നത്. അല്ലാതെ തിരക്ക് പിടിച്ച് ഉന്തി തള്ളി കയറേണ്ട കാര്യമൊന്നുമില്ല. ഒരുപാട് സമയമൊന്നും നിൽക്കണ്ട, വളരെ നല്ലതായ രീതിയിൽ നടക്കുന്നുണ്ട്. പിന്നെ നമ്മളവിടെ എത്തിക്കഴിഞ്ഞ് ഇത് അമ്പലത്തിലേക്ക് എത്തിക്കഴിഞ്ഞു. മനോഹരമായ ഒരു സ്ഥലം, ജീവിതത്തിൽ പോയി കാണാൻ പറ്റുന്ന. ഇതാ കണ്ടില്ലേ, ഒരു ഗരുഡൻ്റെ ശില്പം നമ്മൾ അമ്പലത്തിലേക്ക് കടക്കുമ്പം തന്നെ വെച്ചിട്ടുണ്ട്. അവിടെ ഇതൊക്കെ ഉണ്ട്, എന്താ പറയുക, ചന്ദനമല്ല, മഞ്ഞക്കുറിയും ചുവന്ന കുറിയൊക്കെ വെച്ചിട്ടുണ്ട്. ചന്ദനത്തിരികൾ കത്തിക്കാനുണ്ട്. പിന്നെ കൊടിമരം. അത് കഴിഞ്ഞ് അകത്തേക്ക് പോവാം. അമ്പലത്തിനകത്തുള്ള അത് നമ്മൾ ഷൂട്ട് ചെയ്യുന്നില്ല, പിന്നെ പുറത്തുള്ള കാര്യങ്ങൾ മാത്രം. ഇതൊക്കെ അമ്പലത്തിൻ്റെ, അതായത് ചുറ്റമ്പലത്തിൽ എന്ന് പറയാം നമുക്ക്. കോവിലിന് പുറത്തുനിന്നുള്ള കാഴ്ചകളാണ്. കോവിലിന് പുറത്തുനിന്ന് നമുക്ക് നോക്കിയാൽ കാണുന്ന കാഴ്ചകളാണ് ഈ ഒരു ഇത് ഇപ്പോൾ കാണുന്നത്. എന്ത് മനോഹരമായ പ്രദേശം എന്നറിയാം. നമ്മൾക്ക് ഒരുപാട് സമയം അവിടെ ചിലവഴിക്കാൻ തോന്നും. പക്ഷെ നമ്മൾ വലിയൊരു ഗ്രൂപ്പായിട്ടൊക്കെ പോകുമ്പോൾ നമുക്ക് അത്രയേറെ സമയമൊക്കെ മാത്രമല്ല, നമുക്ക് ഇപ്പോൾ കണ്ണൂർ ജില്ലയിൽ നിന്നാണ് ഞാൻ പോയിട്ടുള്ളത്. നമുക്ക് അവിടെ ഒരു 1 ഡേ ട്രിപ്പായി വരുമ്പോൾ നമുക്ക് ഒരുപാട് സമയം അവിടെ ചിലവാക്കാൻ പറ്റിയെന്ന് വരില്ല. പക്ഷേ എന്നാലും സമയം എടുത്ത് പോകുന്നവർക്ക് ഒരുപാട് കാഴ്ചകൾ കാണാനുള്ള മനോഹരമായ പ്രകൃതി എത്ര മനോഹരിയാണെന്ന് നമുക്ക് അറിയാൻ പറ്റുന്നൊരു കാഴ്ചയാണ്. കണ്ടില്ലേ, ധാരാളം KSRTC ബസ്സുകൾ വരിക, ആൾക്കാർ ക്യൂ നിൽക്കുകയോ കയറുകയോ ചെയ്യുന്നുണ്ട്. 80 രൂപ ടിക്കറ്റായിരുന്നു. അപ്പോൾ 80 രൂപ ടിക്കറ്റിൽ നമുക്കെടുത്താൽ നമുക്ക് അങ്ങോട്ടും പോവാം, നമ്മളെ തിരിച്ച് കൊണ്ടുവിടുകയും ചെയ്യും. രാവിലെ 8:30 മുതൽ വൈകുന്നേരം 4 മണി വരെയാണ് ഈ അകത്തേക്ക് പ്രവേശനം അനുവദിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇത് 8-ാം നൂറ്റാണ്ടിൽ ഉണ്ടാക്കിയെന്നാണ് പറയപ്പെടുന്നത് ഈ അമ്പലം. അപ്പോൾ നമുക്ക് നമ്മുടെ പൈതൃകത്തെക്കുറിച്ച് നമുക്ക് വല്ലാതെ അഭിമാനം തോന്നും. കണ്ടില്ലേ, അവിടുന്ന് കാണുന്ന കാഴ്ചകളാണിത്. സത്യം നമുക്ക് വളരെ ആവേശഭരിതരായി പോകും. അവിടെ ഒരു ആന നിൽപ്പുണ്ട്. നമുക്ക് ക്യാമറയിൽ അത് കാണാൻ പറ്റുന്നില്ല, പക്ഷെ നമ്മൾക്കൊരു ദൂരെ കാഴ്ചയായിട്ട് ആനയെ കാണാം. അതുപോലെ 2 മാനുകൾ അവിടുന്ന് അടികൂടുന്നുണ്ട്. ഇതൊന്നും ക്യാമറയിൽ, എൻ്റെ കയ്യിലുള്ള ക്യാമറയിൽ ഇത് ക്യാപ്ചർ ചെയ്യാൻ പറ്റുന്നില്ല, അത്രയേ ഉള്ളൂ. കണ്ടില്ലേ, അത്രയും ദൂരെ ആണ്. പക്ഷേ ഈ ഒരു മനോഹരമായ കാഴ്ച, അതുപോലെ കാറ്റും നല്ല കുളിരും ഒക്കെ ആയിട്ട്, പിന്നെ അതുപോലെ അവിടുന്ന് ഭക്ഷണം എന്ന് പറയാൻ പറ്റില്ല, നമുക്കൊരു അമ്പലത്തിൽ നിന്ന് തന്നെ കൊടുക്കുന്നുണ്ട്. അത് നമ്മൾ ആവശ്യമുള്ളവർക്ക് കഴിക്കാം. അത് തീരുന്നതിന് ഓരോരോ പ്രസാദം എന്നുള്ള രൂപേണ അവിടുന്ന് കൊടുക്കുന്നുണ്ട്. പായസം, ഞങ്ങൾ ചെല്ലുമ്പോൾ പായസമായിരുന്നു എന്ന് തോന്നുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് അവരുടെ നമ്മുടെ പുലാവ് പോലത്തെ അങ്ങനെ പല പുലാവ് കൊടുക്കുന്നുണ്ട്, മറ്റേ പുളിയോദര, പിന്നെ അങ്ങനെയൊക്കെയുള്ള കർണാടക സ്റ്റൈലിലുള്ള ഫുഡ് ഒരു താൽക്കാലിക ആശ്വാസം എന്നുള്ള നിലയ്ക്ക് നമുക്ക് അമ്പലത്തിൽ നിന്ന് വാങ്ങി കഴിക്കാൻ പറ്റും. അത് അവിടെ കൊടുത്തുകൊണ്ടേയിരിക്കുന്നുണ്ട്. സൗജന്യമായിട്ട് തന്നെയാണ് കൊടുക്കുന്നത്.
ഇവിടെയൊക്കെ കാണാനുണ്ട്, വന്യമൃഗങ്ങളുണ്ട്. നമ്മൾ പോകുന്ന വഴിയിലാണെങ്കിലും റോഡിലൊക്കെ ആനപ്പിണ്ടം കാണാനുണ്ടായിരുന്നു. ആനകളുണ്ട്, അതായത് നമ്മുടെ പശുക്കൾ മേയുന്ന പോലെ ആനകളൊക്കെ അവിടുന്ന് മേയുന്ന കണ്ടിട്ടുണ്ടായിരുന്നു. തികച്ചും വന്യജീവി സംരക്ഷണ മേഖല തന്നെയാണെന്നാണ് ബന്ദിപ്പൂർ ഫോറസ്റ്റിനെ കുറിച്ച് പറയുന്നത്. അപ്പോൾ നമ്മുടെ കൂട്ടുകാരൊക്കെ അവിടുന്ന് ശരിക്കും ആസ്വദിക്കുകയാണ്, ഫോട്ടോ എടുക്കാനും പിന്നെ എല്ലാവരും. അപ്പോൾ നമ്മൾ തിരിച്ചു വരുമ്പോൾ നമുക്ക് പൂപ്പാടം കയറണം. പൂപ്പാടത്തിലേക്ക് പോകേണ്ടതുണ്ട്. ധാരാളം ചെട്ടിപ്പൂക്കൾ, സൂര്യകാന്തി പൂക്കൾ, ചെണ്ടുമല്ലിപ്പൂക്കൾ ഒക്കെ ഉള്ള പാടങ്ങൾ ധാരാളമുണ്ട്. അതുപോലെ മഞ്ഞൾ കൃഷിയും ധാരാളം കാണാനുണ്ടായിരുന്നു. അപ്പോൾ അത് ഒരുപാട് വൈകിയാൽ നമുക്കത് കാണാനും ആസ്വദിക്കാനും പറ്റില്ല എന്നുള്ളത് കൊണ്ട് കുറച്ച് ധൃതി പിടിച്ച് ഇറങ്ങേണ്ടി വരുന്നു. പക്ഷേ കണ്ടില്ലേ, ലക്ഷ്മണേട്ടനും ഷിനിയും പ്രിയയും ഒക്കെ ഫോട്ടോ ഒക്കെ സ്റ്റൈലായിട്ട് എടുക്കുന്നുണ്ട്. അപ്പോൾ ചന്ദ്രേട്ടൻ ഓടി നടന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്, പിന്നെ നമുക്ക് പൂപ്പാടം കാണാനുള്ള സമയം കൂടെ കാണണമെന്ന്. എങ്കിലും നമുക്ക് അവിടെ നിന്ന് ശരിക്കും പറഞ്ഞാൽ വരാൻ തോന്നില്ല. അത്രയും ഇനിയും പോകുന്നവരുണ്ടെങ്കിൽ കുറച്ച് നേരത്തെയൊക്കെ പോയി അവിടെ കുറച്ച് കൂടുതൽ സമയം ചിലവഴിക്കാൻ നിൽക്കുകയാണെങ്കിൽ അത് നല്ലതായിരിക്കും. നമ്മൾ വളരെ നേരത്തെ പുറപ്പെട്ടതായിരുന്നു, പക്ഷേ എങ്കിലും എത്തുമ്പോൾ ഉച്ചഭക്ഷണത്തിന് ശേഷമാണ് നമ്മൾ മുകളിലേക്ക് കയറിയത്. കണ്ടില്ലേ, അമ്പലത്തിൻ്റെ വലുപ്പത്തിലല്ല കാര്യം, പക്ഷേങ്കിൽ എന്താ പറയുക, അത് ഉണ്ടാക്കിയെടുത്ത ഒരു ശില്പികളെയും അന്നത്തെ അത്രയും പഴക്കത്തിൽ നമ്മുടെ പൈതൃകത്തോട് നമുക്കേറെ ബഹുമാനം തോന്നുന്ന തരത്തിലുള്ള ശില്പഭംഗിയൊക്കെ ആയിരുന്നു അവിടെ കാണാനുണ്ടായിരുന്നത്. പക്ഷേ അത് നന്നായി മെയിൻറ്റെയിൻ ചെയ്യുന്നു എന്നുള്ളത്, ഇത്രയേറെ ആൾക്കാർ വരികയും പോവുകയും ഒക്കെ ചെയ്യുമ്പോഴും അത് നന്നായി മെയിൻറ്റെയിൻ ചെയ്യുന്നു എന്നുള്ളത് നമുക്ക് അസൂയാവഹം എന്ന് പറയാം കേട്ടോ. കർണാടക സർക്കാരിൻ്റെ ആ ഒരു കാര്യങ്ങളും മുകളിൽ ആൾക്കാരിരുന്ന് ആസ്വദിക്കാതെ ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി അടുത്ത ബസ്സിന് വെയിറ്റ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. പക്ഷേ നമ്മൾ കുറേ പേരുള്ളത് കാരണം നമുക്ക് ബസ്സിൽ വരുന്നവരെ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുക, അവരെ തിരിച്ചു കൊണ്ടുപോകുക എന്നുള്ളത് ഇങ്ങനെ ത്രൂ ഔട്ട് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. രാവിലെ 8:30 മുതൽ വൈകിട്ട് 4 മണി വരെ അങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ ഞങ്ങൾ തിരിച്ചു വരുന്ന സമയത്ത് കാലി ബസ്സാണ് അങ്ങോട്ട് പോകുന്നത്. കാരണം 4 മണിക്ക് ശേഷം അങ്ങോട്ട് പോകുന്നില്ല എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ വരുമ്പോൾ ഉള്ള കാഴ്ചകളാണിത്. അതായത് ബസ്സിൽ നിന്ന് കാണുന്ന കാഴ്ചകൾ, ആ ഫോറസ്റ്റിൻ്റെ ഇത്. പിന്നെ പ്ലാസ്റ്റിക് ഒന്നും കൊണ്ടുപോകാൻ പാടില്ല, അതൊക്കെ വളരെ കർശനമായിട്ട് തന്നെ അവിടെ നടക്കുന്നുണ്ട്. അതാരും ചെയ്യുന്നില്ല എന്നുള്ളതാണ്. നമ്മളവിടെ നമ്മളതിൻ്റെ ഭാഗമായി ചെയ്യാൻ പറ്റും. ബസ്സിൽ നിന്നുള്ള കാഴ്ചകളും വളരെ മനോഹരമായിരുന്നു. അപ്പോൾ ഇത് തന്നെയായാലും നല്ലൊരു യാത്ര ഒരുക്കി തന്ന തീർത്ഥയാത്രാ സംഘത്തിനെ എങ്ങനെ നന്ദി പറയണമെന്നറിയില്ല. നമ്മൾ എപ്പോഴും അത് പറഞ്ഞുകൊണ്ടിരിക്കേണ്ട കാര്യമില്ല. കാരണം കടമ്പേരി അമ്പലത്തിൽ നിന്നുള്ള തീർത്ഥയാത്രാ സംഘം തീർത്ഥയാത്രകളാകട്ടെ മറ്റ് എൻ്റർടൈൻമെൻറ്റ് യാത്രകളാകട്ടെ എല്ലാം മനോഹരമായിട്ട് തന്നെ ആസൂത്രണം ചെയ്ത് ആണ് കൊണ്ടുപോകുന്നത്. അത് നമുക്ക് വീണ്ടും അവരോടൊപ്പം യാത്ര ചെയ്യാൻ തോന്നും. അപ്പോൾ ഈ യാത്രയ്ക്ക് നേതൃത്വം നൽകുന്ന ലക്ഷ്മണേട്ടനും ഷൈജുവിനും അവരൊക്കെ ഒപ്പം എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊള്ളുന്നു.